സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങളെപ്പറ്റി ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ദിവസം ഈ വ്യാജ പ്രചരണങ്ങൾ നടത്തിയത് CPM നേതാവായ സ്വരാജിന് നേരെയാണ്. ഈ വ്യാജ പ്രചരണങ്ങളുടെ ഉത്ഭവ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കേവലം UDFന്റെയോ മുസ്ലിം ലീഗിന്റെയോ സംവിധാനങ്ങളിൽ നിന്നല്ല, അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള ഇടങ്ങളിൽ നിന്നാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങളുടെ തുടക്കം എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജമാഅത്ത് ഐഡികളാണ് വ്യാപകമായിട്ട് ആ പ്രചരണങ്ങൾ ഏറ്റെടുക്കുന്നത്. പ്രതീഷ് വിശ്വനാഥുമായി സ്വരാജ് കണ്ടുവെന്നും അതിൽ തെറ്റായി കാണേണ്ടതില്ലെന്നും അത് സൗഹൃദം മാത്രമായിരുന്നു എന്ന് സ്വരാജ് പറഞ്ഞുവെന്നുമാണ് ദേശാഭിമാനിയുടെ പേരിൽ ഒരു ചിത്രം ഇമേജ് ഉണ്ടാക്കി ആ ഒരു പോസ്റ്റർ ഉണ്ടാക്കി ആ പോസ്റ്റർ വ്യാപകമായ പ്രചരണങ്ങൾ നടത്തിയത്. ഈ പ്രചരണങ്ങൾ നടത്തുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് ജമാഅത്ത് ഐഡികളും ലീഗ് ഐഡികളുമാണ്. അഥവാ ഇത് ഒരിടത്തു നിന്നും ഉത്ഭവിച്ച് അത് പ്രചരണം നടത്തിയ രണ്ട് വിഭാഗങ്ങൾ എന്നുള്ളത് മുസ്ലിം ലീഗും മറ്റൊന്ന് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ആളുകളുമാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വരാജിനെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇവർ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. സ്വരാജ് ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ ജമാഅത്ത് ഇസ്ലാമിയെ വർഗീയവാദികൾ എന്ന് പറയുന്നു, മുസ്ലിം ലീഗിലെ വർഗീയവാദികൾ എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം എന്നുള്ളത്, അല്ലെങ്കിൽ തീവ്രവാദ ആരോപണം ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ അതിന് മറുപടി നൽകേണ്ടത് ഇത്തരം വ്യാജ നിർമ്മിതികളിലൂടെയുണ്ടായ വ്യാജ പ്രചരണങ്ങളിലൂടെയാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഇവിടെ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സ്വരാജ് അവിടെ സ്ഥാനാർത്ഥിയായി നിന്നു. സ്വരാജ് പരാജയപ്പെട്ടു. അന്ന് സ്വരാജിനെതിരെ ഫാത്തിമ തഹ്ലിയ എന്ന മുസ്ലിം ലീഗിൽ ഇന്ന് പേരാമ്പ്ര മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി കൂടിയായ അവർ അന്നൊരു പ്രയോഗം നടത്തി. സംഘാവ് എന്നായിരുന്നു സ്വരാജിനെ അവർ അന്ന് അധിക്ഷേപിച്ചത് അല്ലെങ്കിൽ വിശേഷിപ്പിച്ചത്. അതായത് സ്വരാജ് ഒരു സംഘ് പരിവാർ സഹയാത്രികനോ സംഘ് പരിവാറിന്റെ രീതിയിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന ആള് എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം. പക്ഷേ സ്വരാജിനെ പറ്റി അറിയുന്ന ആർക്കും അറിയാവുന്ന കാര്യമാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്വരാജ് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ. ഉദാഹരണത്തിന് ബാബരി മസ്ജിദിന്റെ കേസിൽ സുപ്രീം കോടതിയിൽ നിന്നും ഒരു വിധി ഉണ്ടാവുന്നു. ആ വിധി എന്നുള്ളത് ഇന്ത്യ രാജ്യത്ത് സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇത്തരം വിധിയല്ലാതെ മറ്റെന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ്. അഥവാ ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും അനീതിയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവായിരുന്നു സ്വരാജ് എന്നുള്ളത്. മറ്റൊന്ന് ഫലസ്തീൻ വിഷയമാണ്. ഫലസ്തീൻ വിഷയത്തിൽ ഫലസ്തീനിലെ ഈ ഒരു കഴിഞ്ഞ സമയത്ത് നടന്ന ഇസ്രായേലിനെതിരെ നടന്ന ചെറുത്തുനിൽപ്പുകളെ, ഹമാസ് നടത്തിയിട്ടുള്ള തൂഫാനുൽ അക്സയെ, അതിനെ തുടർന്നുണ്ടായ ചർച്ചയുടെ സംഭവവികാസങ്ങളിൽ ഫലസ്തീനികൾ എന്ത് ചെയ്താലും അത് നീതിയാണെന്നും അത് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണെന്നും അതിനെ ആ രീതിയിൽ രാഷ്ട്രീയം സംസാരിച്ചയാളാണ് സ്വരാജ് എന്നുള്ളത്. അപ്പോൾ അത്രയും ക്ലാരിറ്റിയുള്ള നിലപാടുകൾ പല സമയത്തും സ്വരാജ് സംസാരിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള നിയമസഭയിൽ ഒരു ചർച്ചയുണ്ടായപ്പോൾ അന്ന് നിയമസഭാ രേഖകളിലടക്കം വന്ന ഒരു പ്രസംഗം സ്വരാജിൻ്റെതാണ്. സ്വരാജ് അന്ന് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ആജിയെയും മലബാർ സമരത്തെയും വളരെയധികം ശ്ലാഘനീയമായ ഒരു സമരവും അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ത്യാഗോജ്വലമായ ഏടാണെന്നും അവരൊക്കെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണെന്നും അവരാണ് സ്വാതന്ത്ര്യ സമരത്തെ കത്തിജ്വലിച്ചതെന്നും അവരെയാണ് നിങ്ങൾ പൗരത്വത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നതും എന്നുള്ള വ്യക്തമായ സന്ദേശമായിരുന്നു. അപ്പോൾ ഇത്തരം ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിം പ്രശ്നങ്ങളുടെ നിർണായകമായ വിഷയങ്ങളിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ് സ്വരാജ് എന്നുള്ളത്. സ്വരാജ് മുസ്ലിം ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും കാണുന്നതും അവരെ വിമർശിക്കുന്നതും അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ആ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അതിനു പകരം കേരളത്തിൽ ഏറ്റവും വിഷലിപ്തമായ പ്രചരണം നടത്തുന്ന, ഏറ്റവും വർഗീയമായ പ്രചരണം നടത്തുന്ന പ്രതീഷ് വിശ്വനാഥിനെ പോലെയുള്ള ഒരാളെ സ്വരാജുമായി ചേർത്തുകൊണ്ട് ഒരു ഇമേജ് ഉണ്ടാക്കി, ഒരു പോസ്റ്റർ ഉണ്ടാക്കി അത് പ്രചരിപ്പിക്കേണ്ട ഗതികേട് മുസ്ലിം ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിന്റെയും ഐഡികൾക്കുണ്ടായ ഒരു സാഹചര്യം എന്താണെന്നും അവരെ അത്തരത്തിൽ അതിന് ചിന്തിപ്പിക്കുന്നതിന് പിന്നിലുള്ള ഛേദോവികാരം എന്തെന്നും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെയാണ്
വളരെ കൃത്യമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഈ ഷെരീഫ് സാഗർ എന്ന മുസ്ലിം ലീഗ് പ്രവർത്തകന്റെ ഐഡിയിൽ നിന്നാണ് ഈ പോസ്റ്റർ ആദ്യമായി പ്രചരിപ്പിക്കുന്നത്. ആ പോസ്റ്ററിന്റെ പ്രചരണമാണ് പിന്നീട് ഉത്തരവാദപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി ഷൂറ മെമ്പർ മുതൽ അതിന്റെ അനുയായികൾ ഒന്നടങ്കം പിന്നീട് വ്യാപകമായി പ്രചരിപ്പിച്ചത്. മറ്റൊരു ഭാഗത്ത് മുസ്ലിം ലീഗും അവരുടേതായ വാട്സാപ്പ് ഗ്രൂപ്പുകളിലടക്കം ഈ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അഥവാ കേരളത്തിലുള്ള CPM-ന്റെ പ്രബലരായ നേതാക്കളെ സംഘികളാക്കുന്നതിൽ യഥാർത്ഥത്തിൽ മത്സരമാണ് ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിണറായി വിജയനെ സംഘപരിവാറുകാരനും സംഘിയുമാക്കിയിട്ടുള്ള ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിഷയാധിഷ്ഠിതമായി പ്രശ്നാധിഷ്ഠിതമായി വിമർശിക്കുന്നതിന് പകരം ഒറ്റയടിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ സംഖ്യയാക്കി പ്രചരണം നടത്തുകയും അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ CPM വിരുദ്ധത ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും സംയുക്തമായി ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഗുണഭോക്താവ് തെരഞ്ഞെടുപ്പുകളിൽ UDF ആക്കി മാറ്റുക എന്നുള്ളതും അവരുടെ തന്ത്രമായിരുന്നു. അതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം ഇപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവർ സ്വീകരിച്ച പോളിസി എന്നുള്ളത്. അഥവാ ന്യൂനപക്ഷങ്ങൾ സമ്പൂർണമായിട്ടും CPM-ൽ നിന്നും അകലണമെന്നും അവരെ ഒരു തരത്തിലും വിശ്വാസത്തിലെടുക്കരുതെന്നും പിണറായി വിജയനെയും M സ്വരാജിനെയും പോലെയുള്ള ആളുകൾ സംഘപരിവാറുകാരാണെന്നും അവർക്ക് സംഘപരിവാരുടെ ഭാഷ്യമാണെന്നും അവർ സംഘപരിവാറിന്റെ അതേ രാഷ്ട്രീയമാണ് പറയുന്നതെന്നുമുള്ള ഗുരുതരമായ ആരോപണങ്ങളും ഗുരുതരമായ അധിക്ഷേപങ്ങളുമാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും അനുയായികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഗുണഭോക്താവായി മാറുക എന്നതാണ് കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചിട്ടുള്ള നയസമീപനം എന്നുള്ളത്. ഷാഫി പറമ്പിലിനെയോ ഫാത്തിമ തഹ്ലിയെയോ ഏതെങ്കിലും രീതിയിലുള്ള വർഗീയമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള വിശേഷണങ്ങൾ നടത്തിയാൽ ആ വിശേഷണത്തെ അതിൻ്റെതായ മെറിറ്റിൽ മറുപടി പറയുന്നതിന് പകരം കേരളത്തിലെ ഏറ്റവും വിഷലിപ്തമായ പ്രചരണം നടത്തിയ ഏറ്റവും വർഗീയമായ മുസ്ലിം വിദ്വേഷം നടത്തുന്ന പ്രതീഷ് വിശ്വനാഥിനെ പോലെയുള്ള ഒരാളെ ഈ M സ്വരാജിലേക്ക് കൂട്ടിക്കെട്ടിക്കൊണ്ട് ഇവിടെ M സ്വരാജും സംഘിയാണ് എന്നുള്ള ഒരു പ്രചരണമാണ് യഥാർത്ഥത്തിൽ UDF-ന്റെ പ്രധാനപ്പെട്ട മുസ്ലിം ലീഗിന്റെ കേന്ദ്രങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, C ദാവൂദിന്റെ അനുജൻ അദ്ദേഹം ഈ പോസ്റ്റർ ഷെയർ ചെയ്യുകയും പിന്നീട് അതിൽ തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അഥവാ ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ ഇത് പ്രചരിപ്പിച്ചു എന്നാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജമാഅത്ത് ഇസ്ലാമിയുടെ ഷൂറ മെമ്പറും അതിന്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആൾ അത് പ്രചരിപ്പിക്കുകയും പിന്നീട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തനിക്ക് തെറ്റുപറ്റിയെന്നല്ല, ആ പോസ്റ്റിൽ പലവിധ ആരോപണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. നമുക്ക് ആ പോസ്റ്റിലേക്ക് ഒന്ന് കയറി നോക്കാം, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് നോക്കാം. ജമാഅത്തിന്റെ ഏറ്റവും ഉത്തരവാദപ്പെട്ട അബ്ദുൽ ഹക്കീം നദ്വിയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അതിൽ പറയുന്ന കാര്യങ്ങൾ ദേശാഭിമാനിയുടെ ഇതേ പോസ്റ്റർ പ്രചരിപ്പിക്കുക മാത്രമല്ല, ചുവപ്പിലെ കാവിനിഴലുകൾ എന്നാണ് അദ്ദേഹം അതിന് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത്. സ്വരാജ് പണിയുന്ന രാഷ്ട്രീയ പാലം എന്നാണ് അദ്ദേഹത്തിന്റെ ഉപന്യാസത്തിലെ തലക്കെട്ട് എന്നുള്ളത്. അയാൾ എഴുതിയ വരികളിലെ ചില കാര്യങ്ങൾ ഇവിടെ വായിക്കാം. ചാനൽ സ്റ്റുഡിയോകളിൽ ചില്ലുകൂട്ടിലിരുന്ന് ഫാസിസത്തിന്റെ ജാതകം തിരുത്തുന്ന M സ്വരാജിന്റെ വിപ്ലവ വീര്യം സ്വീകരണ മുറിയിലെ സോഫയിൽ പ്രതീഷ് വിശ്വനാഥിന് മുന്നിൽ ഇളഭ്യനായി ഉരുകിത്തീരുന്നത് കാണാൻ നല്ല ചേലുണ്ട്. അതായത് സ്വരാജും പ്രതീഷ് വിശ്വനാഥും സ്വരാജിന്റെ സ്വീകരണ മുറിയിൽ സോഫയിൽ ഇരിക്കുന്നതായിട്ടാണ് ജമാഅത്തിന്റെ ഉത്തരവാദപ്പെട്ട നേതാവ് പറയുന്നത്. അടുത്ത വാചകം ഇങ്ങനെയാണ്: വംശീയതയുടെ വിഷം വമിക്കുന്ന ഒരാൾ പടിവാതിൽക്കൽ വരുമ്പോൾ ഇറങ്ങിപ്പോടാ എന്ന് പറയാൻ നട്ടല് വളയാത്തവൻ പിന്നെ എന്ത് ഫാസിസത്തോടാണ് പൊരുതുന്നതെന്ന് ഓർക്കുമ്പോൾ പുച്ഛം മാത്രമാണ് തോന്നുന്നത്. അതായത് സ്വരാജിന്റെ പടിവാതിൽക്കൽ പ്രതീഷ് വിശ്വനാഥ് എത്തിയത് ജമാഅത്ത് ഇസ്ലാമി കേരള സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി കണ്ടെന്നാണ്. മറ്റൊരു വാചകം ഇങ്ങനെയാണ് അതിൽ: സാക്ഷാൽ പ്രതീഷ് വിശ്വനാഥിന് ചായയും ബിസ്ക്കറ്റും നൽകി സൽക്കരിക്കുന്ന സ്വരാജിന്റെ സഹിഷ്ണുത ശരിക്കും ഒരു കലാവിരുന്ന് തന്നെയാണ്. അതായത് സ്വരാജ് പ്രതീഷ് വിശ്വനാഥിന് ചായയും ബിസ്ക്കറ്റും നൽകി സൽക്കരിക്കുന്നു എന്നുകൂടി അദ്ദേഹം കൂട്ടുന്നുണ്ട്.
അടുത്ത വാചകം അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ എഴുതിയത് ഇങ്ങനെയാണ്: ആശയപരമായ പോരാട്ടം എന്നത് വെറും സ്റ്റേജ് ഷോ മാത്രമാണെന്നും തിരശീലയ്ക്കു പിന്നിൽ നിങ്ങൾ ഒരു തൂവൽ പക്ഷികൾ ആണെന്നും ഈ ഇരിപ്പ് വിളിച്ചു പറയുന്നു. അതായത് സ്വരാജിന്റെയും പ്രതീഷ് വിശ്വനാഥിന്റെയും ഇരിപ്പ് ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള സെക്രട്ടറി അബ്ദുൽ ഹക്കീം നഖ്വി കണ്ടെന്നുകൂടി പറയുന്നുണ്ട്. ഇങ്ങനെ പച്ച നുണ ആ പോസ്റ്റിൽ എഴുതി വിടുന്നുണ്ട്. പക്ഷെ പിന്നീട് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണം, ഏതെങ്കിലും ഒരു പോസ്റ്റർ ഏതെങ്കിലും ഒരുത്തൻ ഉണ്ടാക്കിയാൽ അതിൻ്റെ തെരിയോ തെറ്റോ മനസ്സിലാക്കാതെ തങ്ങൾക്ക് അനുസൃതമാകുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതാണ് പിന്നീട് ചെയ്തിട്ടുള്ളത്. ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തത്. തെറ്റുപറ്റി എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഇത് നേരത്തെ ദാവൂദിന്റെ അതേ പാരമ്പര്യമാണ് തുടരുന്നത്. അപ്പോൾ ഇനി പിന്നെ ഇദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ ആളാണല്ലോ. അപ്പോൾ അവരുടെ ഒരു ചരിത്രം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. RSSന്റെ ഭ്രാന്ത കാര്യാലയം വരെ ഒരു ചർച്ച നടത്തിയ ഒരു ചരിത്രം ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഡൽഹിയിൽ മോഹൻ ഭഗവതിന്റെയും ഇന്ദ്രേഷ് കുമാറിന്റെയും സ്വീകരണ മുറിയിൽ ജമാഅത്ത് ഇസ്ലാമി നേതൃത്വം ചർച്ച ചെയ്തതൊക്കെ പിന്നീട് പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ശ്രീധരൻ പിള്ളയെ കഴിഞ്ഞ കുറേ കാലങ്ങളായി തങ്ങളുടെ പരിപാടികളിൽ ക്ഷണിക്കുകയും അവിടെ ചായയും ബിസ്ക്കറ്റും സൽക്കാരവും ബിരിയാണിയും ഒക്കെ കൊടുക്കുന്ന ചരിത്രം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ അങ്ങനെ സംഘപരിവാറുകാരെ നിരന്തരമായി വിരുന്നൂട്ടുകയും തങ്ങളുടെ വേദികളിലേക്ക് ക്ഷണിക്കുകയും തങ്ങളുടെ വീടുകളിലേക്ക് ക്ഷണിക്കുകയും അവരെ നിത്യ അതിഥികളുമായി സ്വീകരിക്കുകയും ചെയ്ത ആളുകളാണ് ഇപ്പോൾ എം സ്വരാജിനെതിരെ ഇത്തരമൊരു വ്യാജ പ്രചരണം നടത്തുന്നത്. ഇവിടെയാണ് മുസ്ലിം ലീഗിലെ ഏറ്റവും പ്രബലമായ ഫാത്തിമ തഹ്ലിയ ആയാലും കോൺഗ്രസിന്റെ നേതാവായ ഷാഫി പറമ്പിലായാലും ഇവർ വർഗീയവാദികൾ എന്ന് വിളിക്കുന്നു എന്നുള്ള പ്രശ്നമാണ് ഇത്തരം കേന്ദ്രങ്ങൾ ഉയർത്തുന്നത്. പക്ഷെ അതിന് മറുപടി പറയേണ്ടത് ഇങ്ങനെയാണോ, ഇത്തരം വ്യാജങ്ങൾ പ്രചരിപ്പിച്ചാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. മറ്റൊന്ന്, ഈ പൗരത്വ വിഷയം അല്ലെങ്കിൽ ഈ നേരത്തെ ഉണ്ടായ ഇന്ത്യയിൽ നടക്കുന്ന ആൾക്കൂട്ടാക്രമണം, ബാബരി മസ്ജിദ് വിഷയം, അല്ലെങ്കിൽ ഫലസ്തീൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള നിലപാടുകൾ, ഇത്തരം കാര്യങ്ങളിൽ ഒരു അഭിപ്രായം പോലും പറയാത്ത ആളുകളാണ് ഈ ഫാത്തിമ തഹ്ലിയയും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഒക്കെ ഉള്ളത്. അഥവാ ഇന്ത്യയിൽ നടക്കുന്ന ആൾക്കൂട്ടാക്രമണങ്ങൾ, RSS നടത്തുന്ന അതിക്രമങ്ങൾ, ഇതിനെ പറ്റിയൊന്നും ഒരു വാക്കുകൊണ്ട് പോലും മുസ്ലിം സമുദായത്തിന് വേണ്ടി സംസാരിക്കാത്ത ആളുകളാണ് എം സ്വരാജിനെ പോലെയുള്ള ഒരാളെ വർഗീയവാദിയും അല്ലെങ്കിൽ RSSും സംഘപരിവാറുമാക്കി മാറ്റുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യങ്ങൾ ഇവിടെ വ്യക്തമാണ്. ഇവിടെ കൃത്യമായിട്ട് ചില സ്രോതസ്സുകളിൽ നിന്നും വ്യാജ പ്രചരണങ്ങളുടെ ഉത്ഭവങ്ങൾ ഉണ്ടാവുകയാണ്. അതിൽ അവർ കാണുന്ന ലക്ഷ്യം എന്നുള്ളത് മുസ്ലിം സമുദായം സമ്പൂർണമായിട്ടും CPM എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ആയിത്തീരുക എന്നുള്ള ലക്ഷ്യവും അതോടൊപ്പം തന്നെ സമ്പൂർണമായിട്ടുള്ള അതിൻ്റെ രാഷ്ട്രീയ ലാഭം മുസ്ലിം ലീഗിനുണ്ടാക്കുക, UDFിനുണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രവുമാണ്. അതാണ് പിണറായി വിജയൻ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള സ്വരാജ് CPMന്റെ ആളുകളെ ഇത്തരത്തിൽ സംഘിവൽക്കരണത്തിലൂടെ നടത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലുള്ള ഏറ്റവും വലിയ വിഷപ്രചരണം നടത്തുന്ന പ്രതീഷ് വിശ്വനാഥിനെ പോലെയുള്ള ആളുകളെ തന്നെ അവർ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത എന്നുള്ളത്.